വിഷു തൂക്കി ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നില്ല പടത്തിന്. പക്ഷെ ഇത് അടുത്ത ഷോ തൊട്ട് ഒരു സീറ്റ് ബാക്കി ഉണ്ടാവില്ല. അമ്മാതിരി കൊലത്തൂക്കാണല്ലോ ഒടുങ്ങിയത്. ഒരു രക്ഷയില്ല, കിളി പറന്നു പോകുന്നു തലേന്നൊക്കെ. ആ ക്ലൈമാക്സ് ഒക്കെ കണ്ടിട്ട് ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടാ. ഇല്ലില്ല. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ത്രില്ലർ മാച്ച് പടമാണ്. കൊടുത്ത പൈസക്ക് വെറുത്താണോ? കൊടുത്ത പൈസക്ക് ഡബിൾ വെറുത്താണ്. നമുക്ക് അത് ഗംഭീര ഒരു ഫണ്ണായിട്ട് ഫണ്ണല്ല, ആക്ച്വലി നല്ലൊരു സ്വാഗ് ഉണ്ട് നമുക്കടെ. ഇങ്ങനെ നോക്കി തന്നെ അതുകൊണ്ടാണ് പോസിറ്റീവ് പറയുന്നത്. പോസിറ്റീവ് തന്നെ പറയത്തുള്ളൂ. സൂപ്പർ, നല്ല സിനിമയായിരുന്നു. അടിപൊളി. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് എൻഡിലേക്ക് പോകുന്നത്. സൂപ്പർ, അടിപൊളി മൂവി. അടിപൊളി, ഒരു രക്ഷയില്ല. ഫൈനൽ ക്ലൈമാക്സ് സൂപ്പർ. അടിപൊളി പടം. എന്നുവെച്ചാ എന്താ ഇഷ്ടപ്പെട്ടെന്താണ് സിനിമയിൽ ഏറ്റവും കൂടുതൽ? സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്? മമ്മൂട്ടി തന്നെ വേറെ അവസാനം വരെ ഞാനാണ്. അടിപൊളി സിനിമയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, വേറെ ലെവല് സിനിമയാണ്. വേറെ ലെവലാക്കി പറഞ്ഞ പോലെ തന്നെ കൈയടിക്കാൻ പറ്റുന്ന ഒരുപാട് സീൻസ് ഉണ്ട്. താരത്തിന് അതുപോലെ തന്നെ നടനെ ഒരേപോലെ ഉപയോഗിച്ച പടം. ലാസ്റ്റ് അരമണിക്കൂർ ഒന്നും നോക്കാനില്ല. കൊലത്തൂക്ക് പടം. ഈ 72 വയസ്സായേക്കുന്ന അല്ലെങ്കിൽ മെഗാസ്റ്റാർ ഇത്ര ഫ്ലെക്സിബിൾ ആയിട്ട് ആ ഒരു ക്യാരക്ടറിനെ ബിൽഡപ്പ് ചെയ്തേക്കുന്ന ഒരു രക്ഷയില്ല. അത് കൈയടിക്കുള്ളായിട്ടുണ്ട്. മമ്മൂട്ടി അഴിഞ്ഞാട്ടം തന്നെ പറയാം. മമ്മൂക്കയുടെ തീർച്ചയായും പറയാം. അഴിഞ്ഞാട്ടം തന്നെ ഫ്രഷ് കോൺസെപ്റ്റ് എന്ന് പറയാം. അതെ, ഫ്രഷ് കോൺസെപ്റ്റ് തന്നെയാണ്. നല്ലൊരു പടമായിരുന്നു. കാരണം മമ്മൂക്കാന്റെ എന്താ പറയാ, നല്ലൊരു അഭിനയം എന്ന് പറയുകയാണെങ്കിൽ സൂപ്പർ ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് പോരാ. അല്ല, ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. എന്നാലും കുറച്ചുകൂടെ ബെറ്റർ സെക്കൻഡ് ഹാഫ് തന്നെയാണ്. ട്വിസ്റ്റുകളാണ്. ഒരുപാട് ട്വിസ്റ്റുകൾ. അമ്മ നെറ്റിൽ മാറിയില്ല. ആ ഒരു ക്ലൈമാക്സിൽ ആ ഭാരം എന്റെ അമ്മ ഏത് മലയാള നടൻ 24ാമത്തെ വയസ്സ് വെല്ലുവിളിക്കുന്നത് ഏതെങ്കിലും നടനുണ്ടോ? എന്താണ് പോസിറ്റീവ് തോന്നുന്നതാണ് സിനിമയിൽ? നല്ല അവന്റെ പുള്ളിയുടെ എല്ലാം പോസിറ്റീവ് അല്ലേ. ഒരു നെഗറ്റീവ് കാണാൻ ഒന്നുമില്ല. അങ്ങേറ്റം വലിയ സസ്പെൻസ് മലയാള സിനിമയിൽ എടുക്കാനില്ല. വിഷു തൂക്കിയ